വിമാനത്തിന് അടുത്ത 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് നിങ്ങൾ ഐരാവതിനും KSRTCയുടെ സെമി സ്ലീപ്പറിന് പോകുന്ന വരെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കാൻ തുടങ്ങും. കാരണം സമയം അത്രയും ഇമ്പോർട്ടന്റ് ആയ കാലഘട്ടത്തിലേക്ക് മാറുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബയോഫ്യൂൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ലക്ഷ്യം. സോ ഈ രീതിയിലാണ് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഒരിക്കലും ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്ററിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളത് ആ ഫ്യൂച്ചറിസ്റ്റിക് വിഷനിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ചോറിനുണ്ടാ 2 ബിസ്ക്കറ്റ് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ബീലൈറ്റ് ബിസ്ക്കറ്റ്സും, സാറ പ്രോ ചിക്കൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൂടിയ മീറ്റും ഒമേഗ കൂടിയ മുട്ടയും, പിന്നീട് പോയി കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ സാറ ബയോട്ടിന്റെ ബയോ ആർക്കിടെക്ചർ പ്രോജക്റ്റുകൾ, ഒരു വീട്ടിന് വേണ്ട എല്ലാം സസ്റ്റൈനബിലിറ്റിയോടെ നിർമ്മിക്കാനും കാർബൺ ഓഫ്സെറ്റ് ചെയ്യാനും കഴിയുന്ന പ്രോജക്റ്റുകളും, തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊഴിക്കുന്ന എഞ്ചിൻ ഫ്യൂൽ വരെ ഇത് വെച്ച് ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ സർക്കുലർ എക്കോണമിയാണ് നമ്മുടെ ഒരു ഇമ്പാക്ട് ആൻഡ് ലക്ഷ്യം എന്ന് പറയുന്നത്. ജനറലി ഒരാളുടെ ഡെയിലി ജീവിതത്തിൽ വേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻ, അതാണ് സാറ ബയോടെക്കിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ ടീം പോയിട്ടുണ്ട്. ഓൾറെഡി ടീം അവിടെ പോയിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഇപ്പോൾ പീസോ ഇലക്ട്രിക് ടൈൽസിനെ കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ടൈൽസിനെ കുറിച്ച് അത് നമുക്ക് കേരളത്തിൽ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലേക്ക് വിഷണറി ടീമുകൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ROI ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൈമാറാനേ കഴിയുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും അടുത്ത 10 വർഷത്തേക്കുള്ള വലിയൊരു എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും.